പത്മനാഭ ഒരു സൂപ്പർ കോള് കിട്ടിട്ടുണ്ടാ. നമസ്കാരം. വളരെ ചിരിച്ച് വളരെ എന്ത് പൊട്ടത്തരങ്ങളൊക്കെ ഉള്ള ഇന്റർവ്യൂവും ഒക്കെ വൈറലായപ്പോഴും അതിനൊക്കെ എത്ര കൂളായിട്ടാണ് മേഘന ഹാൻഡിൽ ചെയ്തത്. അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല ഒന്നുമില്ല. മേഘന എല്ലാം വളരെ ഈസി ആയിട്ടെല്ലാം ആക്സെപ്റ്റ് ചെയ്തിട്ട് കുറെ വിഷമങ്ങള് ഒക്കെ ഫേസ് ചെയ്തിട്ടുണ്ട്. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞതല്ല, പിന്നീട് വരെ അവസരം കിട്ടിയില്ല. ആ ഒരു പോയിന്റിനെ കുറിച്ച് ഒന്ന് പറയോ? അതെങ്ങനെയായിരുന്നു? നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? അതായത് നമ്മൾക്ക് വേറെ ഓപ്ഷൻ ഇല്ലെങ്കിൽ നമ്മൾ ഓടിയല്ലേ പറ്റുള്ളൂ. നമുക്ക് രണ്ട് ഓപ്ഷനാണ്. ഒന്നെങ്കിൽ നമുക്ക് അങ്ങനെ കിടക്കാം, അല്ലെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഡിപ്രഷൻ ആയിട്ട് അങ്ങനെ കിടക്കാം. അതല്ലെങ്കിൽ നമ്മൾക്ക് പല കാര്യത്തിൽ എൻഗേജ് ചെയ്തിട്ട് നമുക്ക് മൂവ് ഫോർവേഡ് ചെയ്യാം. സോ ഞാൻ സെക്കൻഡ് ഓപ്ഷൻ ചൂസ് ചെയ്തു. അങ്ങനെ മറ്റേ ഫസ്റ്റ് ഓപ്ഷനിൽ എത്ര ദിവസത്തോളം പോയിട്ടാണ് ഈ സെക്കൻഡിലേക്ക് എത്തിയത്? കേട്ട് ഞാൻ മടുത്തു. ഒരുപാട് സമയം എടുത്തു. ആണല്ലേ? ഒരുപാട് സമയം എടുത്തു. ആക്ച്വലി ഭയങ്കര ഷോക്കായിരുന്നു. ആ ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ കൂടെ പോയിട്ടൊക്കെ തന്നെയാണ്. എല്ലാവരെയും പോലെ അല്ലേ ഞാൻ. അപ്പൊ ഒരുപാട് കരഞ്ഞിട്ടുണ്ടാവണം ആ ഒരു ഡിപ്രഷൻ സ്റ്റേറ്റ്. പക്ഷെ നമ്മുടെ ലൈഫിൽ എവിടേക്കോ നമ്മൾ പിക്ക് ചെയ്യുമ്പോൾ ചില കാര്യങ്ങളിലെല്ലാം തെറ്റു പറ്റിയേക്കാം. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? I don't like your attitude. എനിക്ക് തന്നെ ഇഷ്ടമാവുന്നില്ല. തെറ്റ് പറ്റിയേക്കാം നമ്മുടെ സെലക്ഷനില്, നമ്മുടെ തീരുമാനങ്ങളില്. അവളുടെ അമ്മൂമ്മയുടെ പേരുത്തങ്ങോട്ട് വരും. എന്റെ കയ്യിലെങ്ങാനിപ്പൊ കിട്ടിയാണ്ടല്ലോ സാഗറെ. എന്തുവാണെങ്കിലും അത് ലൈഫിന്റെ ഒരു പാർട്ടല്ലേ ചേച്ചി. അതിനെനിക്ക് മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റില്ല. 100% ഞാൻ യോജിക്കുന്നു. അയ്യോ, ഇതിവിടെ എൻ്റെ സെലക്ഷൻ തെറ്റിപ്പോയി, ഇത് എനിക്ക് ബെസ്റ്റ് ആയിരുന്നില്ല, ഞാൻ അവിടെ കുറച്ചും കൂടെ ആലോചിക്കേണ്ടിയിരുന്നു, ഒന്നും കൂടെ തിങ്ക് ചെയ്തിരുന്നെങ്കിൽ, ഈ ഒരു ഭാഗം ഞാൻ ചിന്തിച്ചില്ലല്ലോ. ഇങ്ങനെ പല ചോദ്യങ്ങൾ നമുക്ക് പിന്നീട് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അത് ആർക്കാണേലും അതെ. അപ്പൊ അങ്ങനത്തെ ഒരു ഇൻസിഡന്റോ, അങ്ങനത്തെ കുറച്ച് ചോദ്യങ്ങളോ, അല്ലെങ്കിൽ അവൾ അങ്ങനത്തെ ഒരു റിഗ്രറ്റ് ചെയ്യേണ്ട ഒരു മൊമെന്റോ, അങ്ങനെ എന്തെങ്കിലും? കോമൺ സെൻസ് സീരിയലാത്തോണ്ട് എവിടെ പോയാലും ഇവൻ നോൺസെൻസ് മാത്രമേ സംസാരിക്കൂ. ലൈഫിൽ നമ്മൾക്ക് എല്ലാം നമ്മൾ ചെയ്യുന്നത് കറക്റ്റ് ആവണമെന്നില്ല. ചില മിസ്റ്റേക്സ് നമ്മൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം, ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടാവാം. അത് തിരിഞ്ഞു നോക്കുമ്പോ ചിലപ്പോ മിസ്റ്റേക്ക് ആയി പോയിട്ടുണ്ടാവും. പക്ഷെ അത് റിഗ്രറ്റ് ചെയ്ത് ഞാൻ ഇരിക്കത്തില്ല. ഐ ട്രൈ ടു കറക്റ്റ് ഇറ്റ്. വിക്രമൻ ചേട്ടാ, യു ആർ ഗ്രേറ്റ്. നീ വെറും വേസ്റ്റ്. മാക്സിമം. ഓക്കെ, ശരി. അപ്പൊ ഈ ഒരു പോയിന്റും കൂടെ ആയിട്ട് ഞാൻ വേറൊന്നും കൂടെ കണക്ട് ചെയ്തോട്ടെ. ഈ നായിന്റെ മോനെ ഇനി ഞാൻ കൊന്നുകളയും. നീ എന്ത് പറഞ്ഞാലും കുറേ കൂടെ പേഴ്സണൽ ആണ് ഉത്തരങ്ങൾ. ബട്ട് സ്റ്റിൽ ഇങ്ങനെ ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്ന പബ്ലിക്കിലേക്ക് വേണ്ടിയിട്ട് ഒന്ന് ഇതാക്കാനായിട്ട് എന്തുകൊണ്ടായിരിക്കാം ആ ഒരു തീരുമാനം വേണ്ടാന്ന് വെച്ചത്? ഞാൻ പലരോടും ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത് മറ്റുള്ളവർക്ക് നമ്മൾക്കാണ് അത് ഫീലിങ്സ്, മറ്റുള്ളവർക്ക് അത് ഒരു കഥ മാത്രമാണ്. അതെ, ഓക്കെ. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. നമ്മൾ ജീവിച്ചു തീർത്തത് ഒவ்வொരു സെക്കൻഡും എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്കല്ലേ അറിയുള്ളൂ. ഓക്കെ, സോ ഐ ഡിസൈഡ് നോട്ട് ടു റെസ്പോണ്ട്. മാത്രല്ല ചേച്ചി, ഇതിപ്പോ ഞാൻ ശരി, താൻ ശരി, ഞാൻ ശരി. വാട്ട് ദ പോയിന്റ്? ഓക്കെ, കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു പോവാ.